സിറിയൻ ഭരണകൂടത്തിന് നേരെ ഇസ്രായേലിന്റെ വമ്പൻ ആക്രമണം. സിറിയയുടെ പുതിയ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാരയുടെ കൊട്ടാരത്തിന് സമീപത്തേക്ക് ഇന്ന് പുലർച്ചെ ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം ഉണ്ടായി. സിറിയൻ ഭരണകൂടത്തിന് ഇസ്രായേൽ നൽകുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പിന്നാലെ പ്രതികരിക്കുകയും ചെയ്തു. തെക്കൻ സിറിയയിലെ ട്രൂസ് കമ്മ്യൂണിറ്റിക്ക് നേരെ നടക്കുന്ന ജിഹാദ് പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും ട്രൂസ് കമ്മ്യൂണിറ്റിക്കെതിരെ യാതൊരു തരത്തിലുള്ള വയലൻസും സിറിയയിലെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും ഇസ്രായേൽ പ്രതികരിച്ചു. നിലവിലെ സിറിയൻ ഭരണകൂടത്തെ ജിഹാദി ഭരണകൂടമാണെന്ന് മാത്രമേ ഇസ്രായേൽ കണക്കാക്കുന്നുള്ളൂ. അല്ലാതെ അഹമ്മദ് അൽ ഷാരയുടെ ഭരണകൂടത്തെ ഒരു ജനാധിപത്യ ഭരണകൂടമാണെന്ന് അംഗീകരിക്കാൻ കഴിയില്ലെന്നുകൂടി ഇസ്രായേൽ വ്യക്തമാക്കുകയാണ്. ഇവിടെയാണ് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് വരുന്നത്. സിറിയയിലെ ഇടക്കാല സർക്കാർ, അതായത് ബാഷർ അൽ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് സിറിയയിലെ വിമത പ്രവർത്തനത്തിലൂടെ, വിമത നീക്കത്തിലൂടെ അധികാരം പിടിച്ച അഹമ്മദ് അൽ ഷാരയുടെ ഇടക്കാല സർക്കാർ, ആ സർക്കാരിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകിയതും ബാഷർ അൽ അസദിനെ അട്ടിമറിക്കാൻ സഹായിച്ചതും മൊസാദാണെന്ന് ഏവർക്കും അറിയാം. കേവലം 14 ദിവസം കൊണ്ട് സിറിയയുടെ വടക്കൻ ഭാഗത്ത് നിന്ന് ആരംഭിച്ച ആ വിമത നീക്കം അതൊടുവിൽ ഡമാസ്കസിലെ സർക്കാരിന്റെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ വരെ എത്തിയപ്പോൾ ആ വിമത നീക്കം വമ്പൻ സായുധ കലാപമായി മാറി. ആ കലാപത്തിന് ആവശ്യമായ ആയുധങ്ങൾ, ആൾബലം ഇതെല്ലാം നൽകിയത് മൊസാദാണ്. കാരണം ബാഷർ അൽ അസദിന്റെ ഭരണകൂടം എത്രയും വേഗം അട്ടിമറിക്കപ്പെടുക, ബാഷർ അൽ അസദിന്റെ ഭരണകൂടം നിലംപതിക്കുക, ഇത് ഇസ്രായേലിന്റെ ആവശ്യമായിരുന്നു. കാരണം ബാഷർ അൽ അസദ് സിറിയ ഭരിച്ചപ്പോഴാണ് ലോകത്തെ എല്ലാ ഇസ്ലാമിക ഭീകര സംഘടനകൾക്കും ഇസ്ലാമിക രാജ്യങ്ങൾക്കും ആവശ്യമായ ആയുധങ്ങളും മയക്കുമരുന്നുകളും വെടിക്കോപ്പുകളും ഒക്കെ നൽകിയത്. എന്തിനേറെ പറയുന്നു, ഇസ്രായേലിന് ചുറ്റുമുള്ള ഇറാൻ, ഹൂതികൾ, ഹിസ്ബുള്ള, സിറിയയിലെ മറ്റ് വിമത ഗ്രൂപ്പുകൾ, ഹമാസ്, എല്ലാ ഭീകര സംഘടനകൾക്കും ആയുധങ്ങൾ എത്തിക്കുന്നതിൻ്റെ പ്രധാന ഇടനിലക്കാരൻ ഈ ബാഷർ അൽ അസദ് ഭരണകൂടവും സിറിയയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ കണ്ണിലെ പ്രധാനപ്പെട്ട കരടായിരുന്നു സിറിയ. സിറിയയിലെ ഭരണകൂടം അട്ടിമറിക്കപ്പെടണം. ഇസ്രായേലിന് താല്പര്യമുള്ള, ഇസ്രായേലിന്റെ വാക്ക് കേൾക്കുന്ന, ഇസ്രായേലിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ഭരണകൂടം സിറിയയിൽ അധികാരത്തിൽ വരണം. ഇത് ഇസ്രായേലിന്റെ വലിയ ആഗ്രഹമായിരുന്നു. അതിനനുസരിച്ച് ഇസ്രായേൽ കരുക്കൾ നീക്കി, മൊസാദ് കരുക്കൾ നീക്കി. വിമതസേന, അൽ ഷാരിയുടെ നേതൃത്വത്തിലുള്ള വിമതസേന, ജൊലാനി നയിച്ച വിമതസേന, HTS എന്ന 2-3 സംഘടനകളുടെ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയാണ് സിറിയയിലെ അധികാരം പിടിച്ചെടുത്തത്. പിന്നീട് അഹമ്മദ് അൽ ഷാരിയെ പ്രസിഡന്റാക്കി നിയമിച്ചു. ജൊലാനി ആ വിമത സംഘത്തിന്റെ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇസ്രായേലിനോട് അനുകൂലമായൊരു നിലപാടായിരുന്നില്ല ഈ വിമത ടീം നടത്തിയത്. തുർക്കിയോട് അല്പം ചായ്വ് കാണിച്ചു, ഇറാനോട് ചായ്വ് കാണിച്ചു. എന്നാൽ ഇത് കൃത്യമായി മുന്നിൽ കണ്ട ശേഷമാണ് ഇസ്രായേൽ ഈ വിമത സൈന്യത്തിന് പിന്തുണ നൽകിയത് തന്നെ. ബാഷർ അൽ അസദ് ഭരണകൂടം അട്ടിമറിക്കപ്പെടുന്നതിൻ്റെ അവസാന നിമിഷത്തിൽ ബാഷർ അൽ അസദിനെ റഷ്യയിലേക്ക് കടക്കാൻ സഹായിച്ചത് മൊസാദാണ്. അതിന് പ്രതിഫലമായി സിറിയയിൽ എവിടെയൊക്കെയാണ് ആയുധ ശേഖരം ഒളിപ്പിച്ചിട്ടുള്ളത്, ഇറാന്റെ ആയുധങ്ങൾ സിറിയയിൽ എവിടെയൊക്കെയുണ്ട്, ഇറാനുമായി ബന്ധപ്പെട്ട ആയുധ സംഭരണ കേന്ദ്രങ്ങൾ, ആയുധ നിർമ്മാണശാലകൾ അതൊക്കെ സിറിയയിൽ എവിടെയുണ്ട്, ഹൂതികൾ സിറിയയിൽ എവിടെയൊക്കെയാണ് ആയുധങ്ങൾ ഒളിപ്പിച്ചിട്ടുള്ളത്, ലെബനനിലെ ഹിസ്ബുള്ള എവിടെയൊക്കെയാണ് ഒളിപ്പിച്ചിട്ടുള്ളത്, ഇതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ വിവരം ബാഷർ അൽ അസദ് ഇസ്രായേലിന് നൽകുന്നു, മൊസാദിന് നൽകുന്നു. മൊസാദാകട്ടെ ആ വിവരം അതേസമയം തന്നെ IDF-നെ അറിയിക്കുന്നു. ബാഷർ അൽ അസദിനെയും കൊണ്ട് സൈനിക വിമാനം ഡമാസ്കസിൽ നിന്നും പറന്നുയരുന്നതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിന്റെ ആക്രമണം, വ്യോമാക്രമണം സിറിയയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നു. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന് സമീപം സിറിയയിലെ വടക്കും തെക്കും മേഖലകളിലൊക്കെ തന്നെ ഇസ്രായേലിന്റെ അതിഭീകരമായിട്ടുള്ള വ്യോമാക്രമണം നടന്നു. 1 അല്ല 2 ദിവസം തുടർച്ചയായി. തിരിച്ച് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം 5-ാമത്തെയും 6-ാമത്തെയും ദിവസം സിറിയയെ ഇസ്രായേൽ ആക്രമിച്ചു. 10 കണക്കിന് സ്ഫോടക വസ്തുക്കൾ, ലക്ഷക്കണക്കിന് വെടിക്കോപ്പുകൾ, നിരവധി പടക്കപ്പലുകൾ, നിരവധി ഫൈറ്റർ ജെറ്റുകൾ. സിറിയയുടെ പക്കലുണ്ടായിരുന്ന ആയുധ ശേഖരത്തിന്റെ 95% ഇസ്രായേൽ 3-4 ദിവസത്തെ വ്യോമാക്രമണത്തിൽ തകർത്തു. സിറിയയുടെ മാത്രമല്ല,
സിറിയയ്ക്കുള്ളിൽ ഇറാൻ സൂക്ഷിച്ചിരുന്ന വമ്പൻ ആയുധ ശേഖരം, സിറിയയ്ക്കുള്ളിൽ ഹിസ്ബുള്ള പണം കൊടുത്ത് വാങ്ങി സൂക്ഷിച്ചിരുന്ന ആയുധ ശേഖരം, അങ്ങനെ ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളെല്ലാം തന്നെ തങ്ങളുടെ ആവശ്യത്തിനായി സിറിയയിൽ കരുതി വച്ചിരുന്ന ആയുധത്തിൻ്റെ കരുതൽ ശേഖരത്തെ ഒന്നടങ്കം കത്തിച്ചു ചാരമാക്കി ഇസ്രായേൽ. ഇതിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിട്ട ഒറ്റ കാര്യമാണ്, ബാഷർ അൽ അസദ് ഭരണത്തിലിരുന്നാലും അഹമ്മദ് അൽ ഷാരി ഭരണത്തിലിരുന്നാലും ജൊലാനി ഭരണത്തിലിരുന്നാലും ഇസ്ലാമിക ഭീകരന്മാരെല്ലാം തന്നെ ഒറ്റക്കെട്ടാണ്. ഇസ്ലാമിക തീവ്രവാദത്തിന് ഒരു മുഖമേ ഉള്ളൂ. ഈ തീവ്രവാദികൾ പരസ്പരം സഹായിക്കും. ഈ ആയുധങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയും ഹമാസിന്റെയും പക്കലെത്തും. അത് തങ്ങൾക്ക് ഭാവി കാലത്ത് വലിയ ദോഷകരമാണ്. അതുകൊണ്ട് ഈ ആയുധങ്ങൾ ആരുടെയും പക്കലേക്ക് എത്തരുത്. ഈ ആയുധങ്ങൾ ഇപ്പോൾ തന്നെ നശിപ്പിച്ച് നാമാവിശേഷമാക്കണം. ഇതാണ് ബെഞ്ചമിൻ നെതന്യാഹു, മൊസാദും IDF ആഗ്രഹിച്ചത്. അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവർ ആക്രമണം നടത്തി, സിറിയയിലുടനീളം വമ്പൻ സ്ഫോടനങ്ങൾ നടത്തി, സിറിയയിലെ ആയുധങ്ങളെ നിർവീര്യമാക്കി. അതിനുശേഷമോ ചരിത്രപരമായ ഇടപെടലുകളാണ് പിന്നീട് സിറിയയിൽ ഇസ്രായേൽ നടത്തിയത്. ബഫർ സോണുകൾ പിടിച്ചെടുത്തു, ഗൊലാൻ കുന്നുകൾ പിടിച്ചെടുത്തു. അങ്ങനെ സിറിയയുടെ പക്കലുണ്ടായിരുന്ന, സിറിയ കൈവശം വെച്ചിരുന്ന ഗൊലാൻ കുന്നിൻ്റെ നെറുകയിൽ ഇസ്രായേൽ തങ്ങളുടെ സൈനിക പോസ്റ്റ് സ്ഥാപിച്ചു. ബഫർ സോൺ കടന്ന് ഡമാസ്കസിന് സമീപത്തേക്ക് ഇസ്രായേലി സേന എത്തി. തെക്കൻ സിറിയയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേലി സേന ഇപ്പോഴും തമ്പടിച്ചിരിക്കുകയാണ്. ആ പ്രദേശത്തിൻ്റെ ഒക്കെ നിയന്ത്രണം ഇസ്രായേലി സേനയുടെ കീഴിലാണ്. അവിടെ നിന്ന്, സിറിയയിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറണമെന്ന് അഹമ്മദ് അൽ ഷാരി പലതവണ ആവശ്യപ്പെട്ടു, തുർക്കി ആവശ്യപ്പെട്ടു, ഇറാൻ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങൾ പിന്മാറുന്ന പക്ഷമില്ല, ഒരു കാരണവശാലും തങ്ങൾ പിന്മാറില്ല. നിലവിൽ ഇസ്രായേലി സേന അധീനതയിലാക്കിയിരിക്കുന്ന മുഴുവൻ പ്രദേശങ്ങളും ഇനി ഇസ്രായേലിൻ്റെതായിരിക്കും. ആ പ്രദേശങ്ങളിൽ ഇസ്രായേലി സേന നിയന്ത്രിക്കും. ആ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് യാതൊരു തരത്തിലുള്ള ഭീഷണിയും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തും. അത് ഞങ്ങളുടെ കടമയാണ്, ഞങ്ങളുടെ ജനങ്ങളോട് ചെയ്യുന്ന ഉത്തരവാദിത്തമാണ്. ഇതാണ് ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഇസ്രായേലിൻ്റെ മഹിമയും കരുത്തും. സ്വന്തം ജനതയ്ക്ക് വേണ്ടി, ആ ജനതയുടെ സംരക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാനുള്ള അവരുടെ ആ ആത്മവിശ്വാസവും ആ കഴിവുമാണ് ഇസ്രായേലിനെ ലോകത്തെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്.